കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഒരു എസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആയിരുന്നു. അതായത് അതിന് സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല, എസ്റ്റേബിൾ. രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സും ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ്. അത് കണ്ടിന്യൂസ് ആയി ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറിയും കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെ ഫ്രീ റണ്ണിങ് മൾട്ടിവൈബ്രേറ്റർ എന്നും പേര് വിളിച്ചു. ഇനി ഇന്ന് നോക്കാൻ പോകുന്നത് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ആണ്. മോണോസ്റ്റേബിൾ. അപ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് അതിനുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന് ഒരു ട്രിഗറിങ് പൾസ് ആവശ്യമാണ്. എപ്പോൾ ട്രിഗറിങ് പൾസ് വരുന്നുവോ അപ്പോൾ മാത്രം ഈ മൾട്ടിവൈബ്രേറ്റർ അതിൻ്റെ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. ആ സർക്യൂട്ടിലുള്ള RC ടൈം കോൺസ്റ്റൻറ്റിനനുസരിച്ച് അത് കുറച്ച് നേരം ആ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്നിട്ട് തിരിച്ച് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. So, in a monostable multivibrator, there is a single stable state and a quasi-stable state. Whenever a suitable triggering pulse occurs, the multivibrator will go to its quasi-stable state. അതായത് ടെമ്പററി ആയിട്ട് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകുമെന്ന്. സപ്പോസ് ഔട്ട്പുട്ട് ഓഫ് ദ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ നമുക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹൈ സ്റ്റേറ്റ് പ്ലസ് വിസാറ്റ് എന്ന് വിളിക്കാം. അതാണ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് വിചാരിക്കും. ഇനി എപ്പോൾ ഒരു ട്രിഗറിങ് പൾസ് വരുന്നുവോ, സൂട്ടബിൾ ട്രിഗറിങ് പൾസ് ഇവിടെ വെച്ചൊരു ട്രിഗറിങ് പൾസ് വരികയാണ് ഈ ടൈമിൽ. അപ്പോൾ ആ സമയത്ത് മാത്രം ഇത് അതിൻ്റെ രണ്ടാമത്തെ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. ഇതായിരിക്കാം അതിൻ്റെ മൈനസ് വിസാറ്റ് ആയിരിക്കാം ഇതെന്ന് വിചാരിക്കാം. പക്ഷേ RC ടൈം കോൺസ്റ്റൻറ്റിനനുസരിച്ച് ഇത് കുറച്ച് നേരം മാത്രം, ഇതാണ് പൾസ് വിത്ത് ടി ഇവിടെ പറയുന്നത്, ടൈം പീരിയഡ് ടി ഓഫ് ദ പൾസ്. അത് തിരിച്ച് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. ഇനി എപ്പോഴാണോ ഇവിടെ ഒരു പൾസ് എഗെയിൻ ട്രിഗറിങ് പൾസ് വരുന്നത്, ആ സമയത്ത് മാത്രം അത് ഈ ക്വാസി സ്റ്റേറ്റിലേക്ക് വരും. ഇതേ ടൈം പീരിയഡ് ടി കഴിയുമ്പോൾ അത് തനിയെ അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ്. ട്രിഗറിങ് പൾസ് വരുമ്പോൾ മാത്രം അത് ക്വാസി സ്റ്റേറ്റിലേക്ക് പോകും. ഇതതിൻ്റെ ക്വാസി സ്റ്റേറ്റ് ആണ്. ഇങ്ങനെയാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് വരിക. അതായത് സ്റ്റേബിളായി എപ്പോഴും ഔട്ട്പുട്ട് ഉണ്ടാവും. ട്രിഗറിങ് പൾസ് വരുമ്പോൾ മാത്രം ഒരു ക്വാസി സ്റ്റേറ്റിലേക്ക് അത് പോകും. ഇത് ആക്ച്വലി നമ്മുടെ എസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററാണ്. നമുക്ക് ഈ എസ്റ്റേബിളിനെ മോഡിഫൈ ചെയ്ത് മോണോസ്റ്റേബിളാക്കി മാറ്റാം. പ്രധാനമായി വരുന്ന മോഡിഫിക്കേഷൻസ്, ഇവിടെ ഒരു DC ക്ലാമ്പ് കൊടുക്കും. അതായത് ഇതിൻ്റെ പാരലായിട്ട് ഒരു ഡയോഡ് ക്ലാമ്പ് കൊടുക്കുകയാണ്. ഒരു ഡയോഡിനെ കണക്ട് ചെയ്യുക. സോ ദിസ് ഇസ് ദ, ഐ വിൽ കോൾ ദിസ് ആസ് ഡയോഡ് D1. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഒരു ഡയോഡ് D1 കൊടുക്കുന്നു. ഇനി വരുന്ന മോഡിഫിക്കേഷൻ, ട്രിഗറിങ് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഈ പോയിന്റിൽ നമുക്ക് ട്രിഗർ കൊടുക്കാം. ട്രിഗർ ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും കഴിഞ്ഞ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഡയോഡ് വെച്ച്, യൂണി ഡയറക്ഷണൽ ആക്കാൻ വേണ്ടി ഒരു ഡയോഡ് വെച്ച്, ഈ ഡയോഡിനെ D2 എന്ന് വിളിക്കുന്നു. ഇത് കപ്പാസിറ്റർ. ഇവിടെയാണ് ട്രിഗർ കൊടുക്കുന്നത്. ട്രിഗർ അപ്പോൾ ഈ കപ്പാസിറ്ററും റെസിസ്റ്ററും ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യേറ്റർ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ക്വയർ വേവ് കൊടുത്താൽ, ഡിഫറൻഷ്യേറ്ററിലേക്ക് ഒരു സ്ക്വയർ വേവ് കൊടുത്താൽ നമുക്ക് ഒരു സ്പൈക്ക് വേവ് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഷാർപ്പ് ട്രിഗറിങ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട്.
അഡ്വാൻറ്റേജ് ഒരു സ്ക്വയർ പൾസിനെ അത് ഷാർപ്പ് സ്പൈക്ഡ് പൾസാക്കി മാറ്റും. ഇവിടെ സ്ക്വയർ കൊടുത്താലും ഇവിടെ സ്പൈക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് പാർട്ടേ വേണ്ടൂ. നെഗറ്റീവ് എഡ്ജാണ് ട്രിഗർ ചെയ്യേണ്ടത് ഇവിടെ എന്നുണ്ടെങ്കിൽ ഒരു ഡയോഡ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത് റെക്ടിഫിക്കേഷൻ നടക്കും. അതായത് നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ വരുമ്പോൾ മാത്രം ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ മാത്രം ട്രിഗർ പൾസ് ഇങ്ങോട്ട് പോകും. ഈ ഡയോഡിൻ്റെ നെഗറ്റീവിന് എപ്പോൾ പോസിറ്റീവ് വോൾട്ടേജ് വരുന്നുവോ അപ്പോൾ ഇത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഇത് കണ്ടക്ട് ചെയ്യില്ല, കട്ട് ഓഫ് ആയിരിക്കും. ഈ സർക്യൂട്ടിൽ നമുക്ക് ഒരു നെഗറ്റീവ് ട്രിഗറാണ് വേണ്ടത് എന്നുള്ളതുകൊണ്ട് ഒരു നെഗറ്റീവ് സ്ക്വയർ വേവ് കൊടുത്താൽ അതൊരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സ്പൈക്ക് ഉണ്ടാവും. അത് ഡയോഡ് കൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സ്പൈക്ക് മാത്രം ഇവിടെ വരും. അതാണ് ഓപ്പാമ്പിലേക്ക് ട്രിഗർ വോൾട്ടേജ് അല്ലെങ്കിൽ ട്രിഗറിംഗ് ആയി മാറുന്നത്. 2 മോഡിഫിക്കേഷൻസ് ആണ് എസ്റ്റേബിളിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ഈ കപ്പാസിറ്റർ സിനെ ഒരു ഡയോഡ് ക്ലാമ്പിംഗ് കൊടുക്കുന്നു. പിന്നെ ഒരു ട്രിഗറിംഗ് ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് കൊടുക്കുന്നു. ഒരു ഡയോഡ് വെച്ച് അത് നെഗറ്റീവ് ട്രിഗേർഡാക്കി മാറ്റുന്നു. ഈ മൾട്ടി വൈബ്രേറ്ററിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു കമ്പാരേറ്റർ ആക്ഷൻ ഓഫ് ദി ഓപ്പാമ്പ് തന്നെയാണ്. വേർ വി ഹാവ് പ്രൊവൈഡഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ബീറ്റ എന്ന് പറയുന്നത് R1/R1+R2 ആയിരിക്കും. It is all the same as in a stable multivibrator. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ എസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൽ എടുത്ത മാതിരി നമുക്ക് ആദ്യം വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇനീഷ്യലി 0 ആണ് എന്നെടുക്കാം. ടൈം t = 0 വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ 0 ആണെന്ന് വിചാരിക്കൂ. സപ്പോസ് ദർ ഇസ് എ ഇനീഷ്യൽ സ്മോൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് V1, a small positive voltage at V1. അപ്പോൾ എന്തുണ്ടാവും? അത് ഈ 2 ടെർമിനൽസ് തമ്മിലുള്ള ഓഫ്സെറ്റ് എററുകൾ ആയിരിക്കാം. ബിക്കോസ് ബോത്ത് ദ ടെർമിനൽസ് ഓഫ് എൻ ഓപ്പാമ്പ് ആർ നോട്ട് പെർഫെക്റ്റ്ലി സിമിലർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ ചെറിയ പോസിറ്റീവ് ഓഫ്സെറ്റ് വോൾട്ടേജ് ഓപ്പാമ്പിനെ +V സാച്ചുറേഷനിലേക്ക് കൊണ്ടുപോകും അല്ലേ? ഇവിടെ VCC + VCC - VCC ബയസിംഗ് ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് +V സാറ്റിലേക്ക് ഔട്ട്പുട്ട് പോകും. സോ V ഔട്ട്പുട്ട് ഗോസ് ടു +V സാറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫീഡ്ബാക്ക് നടക്കും. അപ്പോൾ V1 എന്ന് പറയുന്ന നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എന്തായിരിക്കും? V1 വിൽ ബി ഈക്വൽ ടു ബീറ്റ ടൈംസ് V0. ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R1/R1+R2 ആണ്. ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്. സോ ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ബീറ്റ V0 ഇവിടെ ഉണ്ടാവും. ഇനി ഈ സർക്യൂട്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? +V സാറ്റ് ആണ്. അത് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ ശ്രമിക്കും. കറണ്ട് ഇങ്ങനെ ഒഴുകും. പക്ഷേ ഇവിടെ ഒരു ഡയോഡ് വെച്ചിട്ടുള്ളത് കൊണ്ട് ദിസ് വിൽ ആക്ട് ആസ് എ ക്ലാമ്പ്. അപ്പോൾ ഇവിടെ ഡയോഡിന് പോസിറ്റീവ് ബയസിംഗ് ആണ് കിട്ടുക. പോസിറ്റീവ് വോൾട്ടേജ് ആണ് ഈ ഭാഗത്തേക്ക് വരുന്നത് +V സാറ്റ് ആയതുകൊണ്ട്. സോ പോസിറ്റീവ് വോൾട്ടേജ് ടു P സൈഡ് ഓഫ് ദ ഡയോഡ് വുഡ് മീൻ ദ ഡയോഡ് ഇസ് ഫോർവേഡ് ബയസ്ഡ്. സോ ഇറ്റ് വിൽ കണ്ടക്ട്. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ അക്രോസ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യില്ല. കണ്ടക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഒഴുകുകയാണ് ചെയ്യുക. ബ്രേക്ക് ഡൗൺ ബാരിയർ വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് കണ്ടക്ട് അല്ലേ? അപ്പോൾ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറണ്ട് കപ്പാസിറ്ററിനെ ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെയാണ് പോവുക. സോ അറ്റ് ദിസ് സ്റ്റേജ് വി ക്യാൻ സേ ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ അറ്റ് എനി ടൈം t is approximately equal to 0. കാരണം +V സാറ്റ് ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യും, കറണ്ട് ഇങ്ങനെ ഒഴുകും. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനൊരു ചാൻസ് കിട്ടുന്നില്ല. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഒന്നും കൂടെ പറയാം. ഇഫ് ദർ ഇസ് എ സ്മോൾ ഇനീഷ്യൽ പോസിറ്റീവ് വോൾട്ടേജ് അറ്റ് V1, it will drive the op-amp into +V saturation. There will be a feedback voltage beta V0 at this terminal V1 then. The same +V sat will
try to charge the capacitor, but because of the presence of this diode, the capacitor will not charge. The voltage across the capacitor will be approximately 0. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഇപ്പോൾ ഓപ്പാമ്പ് നിൽക്കുന്നത് +Vsat എന്ന് പറഞ്ഞ സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ +Vsat എന്ന് പറഞ്ഞ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ട്രിഗർ പൾസ് വരുന്നത്. ട്രിഗർ പൾസ് ഒരു നെഗറ്റീവ് ട്രിഗർ പൾസ് ഞാൻ കൊടുക്കുകയാണ്. ഈ സമയത്ത് ഒരു നെഗറ്റീവ് ട്രിഗർ പൾസ് കൊടുക്കണം. ചെറിയ നെഗറ്റീവ് ട്രിഗർ പൾസ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? നെഗറ്റീവ് ട്രിഗർ പൾസ് അറ്റ് ദിസ് പോയിന്റ് വുഡ് മീൻ എ നെഗറ്റീവ് വോൾട്ടേജ് അറ്റ് V1. അല്ലേ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു നെഗറ്റീവ് വോൾട്ടേജ് വരികയാണ്. സോ ദിസ് ഓപ്പാമ്പ് വിൽ ബി ഡ്രിവൺ ടു നെഗറ്റീവ് സാച്ചുറേഷൻ, isn't it? ഈ V1 എന്ന് പറഞ്ഞ വോൾട്ടേജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ദ ഓപ്പാമ്പ്. ഇപ്പോൾ ട്രിഗർ വരുമ്പോൾ ഉള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. നെഗറ്റീവ് ട്രിഗർ വരികയാണ്. അപ്പോൾ ഔട്ട്പുട്ട് -Vsatലേക്ക് പോകും. നെഗറ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ട് ഗോസ് ടു -Vsat, Vsaturation. അപ്പോൾ ഈ നെഗറ്റീവ് വോൾട്ടേജ് ഇപ്പോൾ എന്തുണ്ടാവും? ഇവിടെ ഫീഡ്ബാക്കിനെ നെഗറ്റീവ് ആക്കും. അതേപോലെ ഇതിലേക്കൂടെ ദിസ് എൻഡ് ഇസ് നെഗറ്റീവ്. സോ ദിസ് ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയസ്ഡ്. ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് അറ്റ് ദിസ് മൊമെൻറ്റ് ആൻഡ് ഹെൻസ് ദിസ് കറണ്ട് വിൽ ചാർജ് ദിസ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള ചാർജ് കൂടിക്കൊണ്ടുവരും. ഒരു നെഗറ്റീവ് ചാർജ് VC, നെഗറ്റീവ് ചാർജ് കയറിയും കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഇവിടെ ഉള്ളത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് V1ലെ വോൾട്ടേജ് ഇപ്പോൾ എന്തായി മാറും? മൈനസ് അല്ലെങ്കിൽ ബീറ്റ ഇൻറ്റു -Vsat ആണ്. ഇപ്പോൾ ഔട്ട്പുട്ട് -Vsat ആണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ്, ഇവിടെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 0ൽ നിന്ന് കൂടി നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വോണ്ട് ടു ചാർജ് അപ് ടു -Vsat. ഇതൊന്ന് ഗ്രാഫിക്കലി നോക്കാം നമുക്ക്. ഔട്ട്പുട്ട് ആദ്യം +Vsatലാണ്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ 0ൻ്റെ അടുത്താണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നെഗറ്റീവ് ട്രിഗർ വോൾട്ടേജ് വന്നു. അപ്പോൾ +Vsatൽ നിന്ന് -Vsatലേക്ക് ഔട്ട്പുട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇത് -Vsatലേക്ക് പോയി കഴിഞ്ഞാൽ ക്വാസി സ്റ്റേറ്റ് ആണ്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ നെഗറ്റീവ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് ഇങ്ങനെ എക്സ്പൊണൻഷ്യലായിട്ട് കൂടി വരും, നെഗറ്റീവ് വോൾട്ടേജ്. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇത് +Vsatലേക്ക്, ഇത് ക്വാസി സ്റ്റേറ്റ് ആയിരുന്നു, അതുകൊണ്ട് അത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ +Vsatലാണ് ഔട്ട്പുട്ട്. അത് ഇതിനെ തിരിച്ച് ചാർജ് ചെയ്യാനാണ് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ എഗെയിൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് ഡിക്രീസസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ, ദെൻ ഇൻക്രീസസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ, ദെൻ എഗെയിൻ റീച്ചസ് ദ സെയിം ഇനീഷ്യൽ വാല്യൂ നിയർ 0. അപ്പോൾ ഇതാണ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിൻ്റെ പ്ലോട്ട്. ഇത് ഔട്ട്പുട്ട് +Vsatനും -Vsatനും ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്. ഇത് ട്രിഗർ വോൾട്ടേജ്. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ പറഞ്ഞാൽ, എപ്പോൾ V2ലുള്ള നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെയുള്ള നെഗറ്റീവ് വോൾട്ടേജിനേക്കാൾ കൂടുതലാകുന്നുവോ അപ്പോൾ ഈ ഓപ്പാമ്പ് മോർ നെഗറ്റീവ് ഇവിടെയാണ്. നെഗറ്റീവ് ടെർമിനലിൽ, ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നെഗറ്റീവ് വരുമ്പോൾ ഔട്ട്പുട്ട് വിൽ സ്വിച്ച് ടു +V0. അപ്പോൾ തിരിച്ച് അത് +V0ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. So this is the working of a monostable multivibrator. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ട്രിഗർ പൾസ് വരുമ്പോൾ മാത്രമാണ് ഈ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് അത് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എത്ര നേരം നിൽക്കും, ഇതാണ് ഇവിടെ പൾസ് വിത്ത് അല്ലെങ്കിൽ ടൈം പീരിയഡ് ഓഫ് ദ പൾസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഹോൾ ഒരു വേവ് അല്ല, എത്ര നേരം ക്വാസി സ്റ്റേറ്റിൽ നിൽക്കുന്നു അതാണ് ഇവിടുത്തെ മോണോസ്റ്റേബിളിനെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ. ഇതിനെയാണ് നമ്മൾ പൾസ് വിത്ത് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ടൈം പീരിയഡ് ടി ഇതിൻ്റെയാണ് വരുന്നത് തിയറിറ്റിക്കലി. അപ്പോൾ അത്ര നേരം മാത്രം ഇത് ക്വാസി സ്റ്റേറ്റിൽ നിൽക്കും. ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ആസ് വെൽ ആസ് ദ ടൈം കോൺസ്റ്റൻറ്റ് ആർ സി. ആർ ഡാഷ് സിയോ ആർ സിയോ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ടൈം കോൺസ്റ്റൻറ്റ് ആർ സി. അതാണ് ഈ സമയത്തിനെ തീരുമാനിക്കുന്നത്. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവും. അതാണ് പ്ലസ് വി സാറ്റ്. ഇനി നമുക്ക് ആ പൾസ് വിട്ട്, അതായത് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആ സമയം ടി, അതിനെ ഒന്ന് ഡിറൈവ് ചെയ്യാൻ നോക്കാം തിയറിറ്റിക്കലി. അതിനുവേണ്ടി നമുക്ക് ബേസിക്കലി വേണ്ടത് എന്താണ്? കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബേസിക് ഇക്വേഷൻ എഴുതാം. വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ അറ്റ് എനി ടൈം ടി is given by final voltage to which the capacitor is going to be charged plus initial voltage on the capacitor minus final voltage e raised to minus t by RC, time constant. ഇതാണ് general expression for voltage across the capacitor, varying voltage. കാരണം ടൈം ചെല്ലുന്തോറും ഈ ഫാക്ടർ ഉള്ളതുകൊണ്ട് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എക്സ്പൊണൻഷ്യലി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇനീഷ്യൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ 0 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് എങ്ങോട്ടായിരുന്നു ചാർജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഫൈനൽ വോൾട്ടേജ് എത്രയാണ്? ഫൈനൽ വോൾട്ടേജ് മൈനസ് വി സാറ്റിലേക്കാണ് അത് ചാർജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വി ഫൈനൽ ഇസ് ഈക്വൽ ടു മൈനസ് വി സാറ്റ്. വി ഫൈനൽ ഇസ് ഈക്വൽ ടു മൈനസ് വി സാറ്റ്. അങ്ങോട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് കപ്പാസിറ്റർ ചാർജ് ചെയ്യാനായിട്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ എപ്പോൾ വോൾട്ടേജ് അക്രോസ് ദിസ് കപ്പാസിറ്റർ ബിക്കേം മോർ നെഗറ്റീവ് ദാൻ ദ ബീറ്റ വി സാറ്റ് അല്ലേ? അപ്പോൾ വി ക്യാൻ റൈറ്റ് വൺ തിങ് അറ്റ് ടൈം, ഇതാണ് ടൈം പീരിയഡ് അല്ലേ? ടൈം ഈക്വൽസ് ക്യാപിറ്റൽ ടി എത്തുമ്പോൾ ഈ കപ്പാസിറ്റർ വോൾട്ടേജ് ഈ ഇക്വേഷൻ പ്രകാരം വളർന്ന് എവിടം വരെ എത്തിയിട്ടുണ്ടാവും? ബീറ്റ വി സാറ്റ് വരെ എത്തിയിട്ടുണ്ടാവും. മൈനസ് ബീറ്റ വി സാറ്റ് ആണ് ടൈം ടിയുടെ അറ്റത്തുള്ള കപ്പാസിറ്റർ വോൾട്ടേജ്. അത് നമുക്ക് ഇതിൽ നിന്ന് അറിയാം. കാരണം ഇവിടെ മൈനസ് ബീറ്റ വി സാറ്റ് ആണ്, അതിനേക്കാൾ ഇത് കൂടുമ്പോഴാണ് സ്വിച്ച് ഓവർ ചെയ്യുക. അപ്പോൾ സ്വിച്ച് ഓവറിങ് നടക്കുമ്പോൾ ഒരു കാര്യം പറയാം, ഇവിടെയുള്ള വോൾട്ടേജ് ഇതിൻ്റെ ജസ്റ്റ് എബവ് അല്ലെങ്കിൽ ഇതേ വോൾട്ടേജ് ആയിരിക്കും. ഇവിടെയുള്ള വോൾട്ടേജ് മൈനസ് ബീറ്റ വി സാറ്റ്. അറ്റ് ടൈം ഈക്വൽസ് ടിയിൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ നമുക്ക് ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് അറ്റ് ടൈം ടി എന്താണെന്ന് എഴുതാം. ഈ ബേസിക് ഇക്വേഷൻ വി ഐ ഈക്വൽസ് 0, വി എഫ് ഈക്വൽസ് മൈനസ് വി സാറ്റ്. അറ്റ് ടൈം ടി ഈക്വൽസ് ടി വി ക്യാൻ റൈറ്റ് വാട്ട് ഇസ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് വി സി അറ്റ് ടൈം ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു വി സി അറ്റ് ടൈം ടി എത്രയാണെന്നാണ് പറഞ്ഞാൽ ഇറ്റ് ഇസ് മൈനസ് ബീറ്റ വി സാറ്റ് ആണ്. ഇത് ഗ്രോ ചെയ്ത് മൈനസ് ബീറ്റ വി സാറ്റിലെത്തി നിൽക്കുകയായിരിക്കും ഈ സമയത്ത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി ഇസ് ദിസ് ക്വാണ്ടിറ്റി. ഇനി വി എഫ് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റ് പ്ലസ് വി ഇനീഷ്യൽ ഇസ് 0 മൈനസ് വി എഫ് മൈനസ് വി സാറ്റ് e raised to minus t by RC. t ആണ് ഇപ്പോഴത്തെ സമയം. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? മൈനസ് ബീറ്റ വി സാറ്റ് പ്ലസ് വി സാറ്റ് എന്ന് വരും. അപ്പോൾ വാട്ട് വിൽ യു ഗെറ്റ്? ഇറ്റ് ഇസ് 1 മൈനസ് ബീറ്റ വി സാറ്റ് is equal to minus v sat e raised to minus t by RC. Minus v sat cancel ചെയ്യുന്നു. മൈനസ് ടി ബൈ ആർ സി എന്ന് എഴുതാം, ലോഗ് എടുക്കാം. മൈനസ് ടി ബൈ ആർ സി ഇസ് ഈക്വൽ ടു ലോൺ 1 മൈനസ് ബീറ്റ എന്ന് വരും. അതിൽ നിന്ന് ടി ഇസ് ഈക്വൽ ടു ആർ സി ലോൺ 1 by 1 മൈനസ് ബീറ്റ. മൈനസ് സൈനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1 by 1 മൈനസ് ബീറ്റയായി മാറും. സോ ദിസ് ഇസ് ദ
expression for time period of that pulse. Stable state in the quasi stable state like etra neram vannu idana time pulse idinte time period inde equation aanidha allada oru complete wave ennu vicharikkarudhu quasi stable state inde time period aana idu. So hope it is clear. Working explain ചെയ്താൽ voltage across the capacitor basic relation വെച്ചിട്ട് initial condition analyze ചെയ്ത് at time t എന്തായിരിക്കും voltage എന്ന് analyze ചെയ്ത് ആ equationൽ apply ചെയ്താൽ you will get the expression for time t is equal to RC ln 1 by 1 minus beta. ഇപ്പോൾ നമ്മുടെ ഇതാണ് ഔട്ട്പുട്ട് പൾസ് വി ഔട്ട്, ഈ വാല്യൂ പ്ലസ് വി സാറ്റ് ആണ്. ഇനി ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്ക് ഈ സർക്യൂട്ടിനെ നമുക്ക് റിക്വയർഡ് ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് സെനർ ഡയോഡ്സ് ഔട്ട്പുട്ട് സർക്യൂട്ടിൽ വെച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് സെനർ ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ വി സെഡിൽ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വി സാറ്റ് എന്നുള്ള ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് വി സെഡ് ആയി മാറും. അതേമാതിരി ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിലെ വോൾട്ടേജ് കറസ്പോണ്ടിംഗ്ലി മൈനസ് വി സെഡ് ആയി മാറും. കാരണം സാച്ചുറേഷൻ വോൾട്ടേജ് എന്നുള്ളത് നൗ വിൽ ബി ചേഞ്ച്ഡ് ടു വി സെഡ്. അപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ഒപ്പാം സർക്യൂട്ടിൽ നിന്ന് 5 വോൾട്ടിൻ്റെ പൾസാണ് വേണ്ടതെങ്കിൽ what we have to do is you should keep a zener of 5 volt at the output. രണ്ട് zener വേണം, രണ്ട് ഡയറക്ഷനും വേണ്ടതുകൊണ്ട്. So this is a monostable multivibrator. ഇനി വേണമെങ്കിൽ ഈ ഇക്വേഷനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് R1 ഈക്വൽസ് R2 എന്നുള്ള കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ ബീറ്റ ഈക്വൽസ് R1 by R1 plus R2 will become 1 by 2. അപ്പോൾ 1 minus 1 by 2 വരും, 1 by 2 വരും, ln 2 വരും. അങ്ങനെ ആവുമ്പോൾ ദിസ് എക്സ്പ്രഷൻ ടി ബിക്കംസ് ടി ഇസ് ഈക്വൽ ടു 0.69 RC എന്ന് വരും. ടി ഇസ് ഈക്വൽ ടു 0.69 RC എന്ന കുറച്ചും കൂടെ സിംപ്ലർ സിറ്റുവേഷൻ ആവും വെൻ യു ടേക്ക് R1 ഈക്വൽസ് R2. Hope it is clear.